വേർഡ് ഓഫ് ഗോഡ് ടുഡേ 3-ാം മണിക്കൂർ. പുറപ്പാട് പുസ്തകം 8-ാം അധ്യായം 17 മുതലുള്ള വാക്യങ്ങൾ. അവൻ ഇപ്രകാരം ചെയ്തു. അഹ്റോൻ വടിയെടുത്ത് കൈനീട്ടി നിലത്തെ പൂഴിയിൽ അടിച്ചു. ഉടനെ മനുഷ്യരുടെയും മൃഗങ്ങളുടെയും മേൽ പേൻ നിറഞ്ഞു. ഈജിപ്തിലെ പൂഴി മുഴുവൻ പേനായി തീർന്നു. മന്ത്രവാദികളും തങ്ങളുടെ മാന്ത്രിക വിദ്യയാൽ പേൻ പുറപ്പെടുവിക്കുവാൻ ശ്രമിച്ചു, എന്നാൽ സാധിച്ചില്ല. മനുഷ്യരുടെയും മൃഗങ്ങളുടെയും മേൽ പേൻ നിറഞ്ഞിരുന്നു. അപ്പോൾ മന്ത്രവാദികൾ ഫറവോയോട് പറഞ്ഞു, ഇവിടെ ദൈവകരം പ്രവർത്തിക്കുന്നു. പ്രിയമുള്ളവരെ, മന്ത്രവാദികളുടെ മന്ത്രവാദം ഫലിക്കാതെ ആയ സാഹചര്യത്തിൽ അവർ പറഞ്ഞു, ഇവിടെ ദൈവകരം പ്രവർത്തിക്കുന്നു, ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല എന്നതാണ്. പ്രിയമുള്ളവരെ, ഇവിടെ നമ്മുടെ ചിന്തയ്ക്കായിട്ട് വരുമ്പം പലപ്പോഴും നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഇതുപോലുള്ള സംരക്ഷണ വലയം കർത്താവ് തീർക്കാറുണ്ട്. തിന്മയുടെ ശക്തിയിൽ നിന്ന് നമ്മളെ മോചിപ്പിക്കുവാൻ ദൈവം പലപ്പോഴും ഇടപെടാറുണ്ട്. കരുത്തുറ്റ കരം കൊണ്ട് ഞാൻ നിങ്ങളെ മോചിപ്പിക്കാമെന്ന് ആദ്യമേ തന്നെ ദൈവം പറഞ്ഞിരുന്നു. മന്ത്രവാദികൾ യഥാർത്ഥത്തിൽ അവരുടെ പരിശ്രമം പാഴായി മാറി എന്ന് തിരിച്ചറിഞ്ഞു. നമുക്കറിയാം, ഈ സങ്കീർത്തനങ്ങൾ 91 നമ്മളിങ്ങനെ കാണുന്നുണ്ട്, അവിടുന്ന് നിന്നെ വേടന്റെ കെണിയിൽ നിന്നും മാരകമായ മഹാമാരിയിൽ നിന്നും രക്ഷിക്കും. തൻ്റെ തൂവലുകൾ കൊണ്ട് അവിടുന്ന് നിന്നെ മറച്ചുകൊള്ളും. ചിറകുകളുടെ കീഴിൽ നിനക്ക് അഭയം ലഭിക്കും. പ്രിയമുള്ളവരെ, ഈ വാക്കുകൾ നമുക്ക് തരുന്ന ഒരു സംരക്ഷണമുണ്ട്. യേശുക്രിസ്തുവിൽ വിശ്വസിച്ച് ജീവിതം മുന്നോട്ട് പോകുന്നവന് അവൻ നിന്നെ വേടന്റെ കെണിയിൽ നിന്ന് രക്ഷിക്കും. നിനക്ക് വരുന്ന എല്ലാ ശത്രുതയിൽ നിന്നും നിന്നെ സംരക്ഷിക്കുവാൻ നിന്റെ ദൈവം നിന്റെ കൂടെയുണ്ട്. മാരകമായ മഹാമാരിയിൽ നിന്ന് നിനക്ക് മോചനം കിട്ടും. തന്നെയുമല്ല, അവിടുന്ന് പറയുന്ന തൻ്റെ തൂവലുകൾ കൊണ്ട് അവിടുന്ന് നിന്നെ മറച്ചുകൊള്ളും. തള്ളക്കോഴി കുഞ്ഞുങ്ങളെ ചേർക്കുന്നത് പോലെ ഞാൻ നിങ്ങളെ ചേർക്കാൻ ശ്രമിച്ചു എന്നൊക്കെ ഇസ്രായേൽ ജനത്തെ നോക്കി പറയുന്നുണ്ട്. ഇവിടെ പറയണ്ടില്ലേ, തള്ളക്കോഴി കുഞ്ഞുങ്ങളെ ചേർക്കുന്നത് പോലെ ഞാൻ നിങ്ങളെ സംരക്ഷിക്കും. അവിടുത്തെ വിശ്വസ്തത നിനക്ക് കവചവും പരിചയമായിരിക്കും. വിശ്വാസത്തോടു കൂടിയുള്ള നമ്മുടെ ജീവിതം നമുക്ക് സംരക്ഷണ കവചമാണ്. ഈ ബോധ്യം നമുക്കുണ്ടാവണം. രാത്രിയിലെ ഭീകരതയും പകൽ മുറക്കുന്ന അശ്രദ്ധയും നീ ഭയപ്പെടണ്ട. ഇരുട്ടിൽ സഞ്ചരിക്കുന്ന മഹാമാരിയെയും നട്ടുച്ചയ്ക്ക് വരുന്ന വിനാശത്തെയും നീ പേടിക്കണ്ട. നിന്റെ പാർശ്വങ്ങളിൽ 1000 മരിച്ചു വീണേക്കാം, നിന്റെ വലതുവശത്ത് 10,000. എങ്കിലും നിനക്ക് ഒരനർത്ഥവും സംഭവിക്കുകയില്ല. പ്രിയമുള്ളവരെ, എന്തെല്ലാം സംഭവിച്ചാലും അതിൻ്റെ മേൽ ദൈവത്തിൽ വിശ്വസിക്കുന്നവന് ജീവിക്കാൻ പറ്റും. അതിൻ്റെ മേൽ ചവിട്ടി നടക്കാനുള്ള അധികാരമുണ്ട്. പ്രിയമുള്ളവർ, ഈ ബോധ്യം ആഴത്തിൽ നമുക്കുണ്ടാവണം. ഇവിടെ മന്ത്രവാദികളുടെ ഫലം കാണാതെ വന്നത് ദൈവത്തിൻ്റെ ഇടപെടൽ അവിടെ ഉണ്ടായതുകൊണ്ടാണ്. എന്ന് പറഞ്ഞതുപോലെ നമുക്കെതിരെ എന്ത് മന്ത്രവാദവും ക്ഷുദ്രവിദ്യയും ഫലിക്കില്ല എന്ന ഉത്തമ ബോധ്യം നമുക്കുണ്ടെങ്കിൽ ഇതൊന്നും നമ്മുടെ ഭവനത്തിൽ കടന്നു വരില്ല. പലപ്പോഴും ഈ ആകുലത പറയുന്ന ഒത്തിരി പേരെ കാണാറുണ്ട്, കേൾക്കാറുണ്ട്. പ്രിയമുള്ളവരെ, ഒരു കാര്യം ഉറപ്പാ, കർത്താവിൽ ആശ്രയിക്കുന്നവനെ കൃപ ചുറ്റിക്കൊള്ളും. അവന്റെ മേൽ യാതൊരു തിന്മയുടെ സ്വാധീനവും കടന്നു വരില്ല. കഷ്ടതകളും വേദനകളും പ്രയാസങ്ങളും ഉണ്ടാകും. അത് പലപ്പോഴും നമ്മൾ തിരിച്ചറിയണം. ദൈവം തരുന്ന സഹനങ്ങളെ ആ തിന്മയുടെ സ്വാധീനമായിട്ട് കണക്കാക്കാതെ ദൈവത്തോട് ചേർന്ന് സന്തോഷത്തോടെ സ്വീകരിക്കുമ്പോഴാണ് നമ്മുടെ ജീവിതം വിശുദ്ധമായി തീരുക. കർത്താവിനോട് ചേർന്ന് എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നവൻ സ്വയം പരിത്യജിച്ച് തൻ്റെ കുരിശുമെടുത്തൻ്റെ പിന്നാലെ വരട്ടെന്നാ പറഞ്ഞേ. ആ ഒരു ബോധ്യം ആഴത്തിൽ നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാകട്ടെ. നമ്മളെ സംരക്ഷിക്കുവാൻ നമ്മുടെ കർത്താവ് നമ്മുടെ കൂടെയുണ്ട്. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ